ഹലോ കൂട്ടുകാരെ, അപ്പൊ നമുക്കിത് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാനിത് വന്നിരിക്കുന്നത് എല്ലാരും കരുതുന്നുണ്ടാവില്ലേ ഇനി ഇവിടുത്തെ എന്ത് പൊല്ലാപ്പം കൊണ്ടാണ് വന്നിരിക്കുന്നത്. പൊല്ലാപ്പം എന്നല്ല കേട്ടോ. അപ്പൊ നമ്മൾ ഫേസിൽ അടിഞ്ഞുകൂടുള്ള അഴുക്കൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, ക്ലീനപ്പാണ്. വീട്ടിലുള്ള വസ്തുക്കൾ വെച്ചിട്ട് ഫേസ് ക്ലീനപ്പ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ക്ലീനപ്പ് ചെയ്യുന്നത് വഴി നമ്മുടെ ഫേസിലുണ്ടാകുന്ന അഴുക്കൊക്കെ നീക്കാനും പിമ്പിൾസ് വരുന്നതൊക്കെ കുറക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മുടെ ഫേസിൽ അടിഞ്ഞുകൂടിയുള്ള അഴുക്കൊക്കെ നീക്കാനായിട്ട് ഈ ക്ലീനപ്പ് വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മാസ്ക് ഇടുന്നവരൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഫേസിന് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ക്ലീനായിട്ട് ഫേസ് എപ്പോഴും ക്ലീനായിട്ട് ഇരുന്നോട്ടെ എന്ന് കരുതി ഇത് എല്ലാ ദിവസവും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മന്ത്ലി ഒരു തവണയെ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ തരിതരി പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസിലും മൂക്കിൻ്റെ അവിടെയൊക്കെ ഒരുപാട് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഞാനിത് നിങ്ങൾക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ വീഡിയോ ആയിരിക്കും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ക്ലെൻസിങ് ആണ് കേട്ടോ. അതിനായിട്ട് ഞാനിത് അല്പം തൈര് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കോട്ടനും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഫ്രിഡ്ജിൽ വെച്ച തൈരായതിന് നല്ല തണുപ്പുണ്ട്. അയ്യോ, അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ക്ലെൻസിങ് ചെയ്യാനുള്ള പ്രോഡക്റ്റ്സൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ വാങ്ങിച്ച് ചെയ്യുക. അപ്പോൾ തൈരിന് പകരം നിങ്ങൾക്ക് പാൽ ഉപയോഗിച്ചിട്ടും ചെയ്യുക. അതുപോലെ തന്നെ അലോവേര ജെൽ ഉണ്ടെങ്കിൽ അലോവേര ജെൽ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലെൻസിങ് ചെയ്യുക. അപ്പോൾ 2-3 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് കഴുത്തുകൂടി ആഡ് ചെയ്യണം കേട്ടോ. കഴുത്തിൽ കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഞാനിതാ കൈ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇതാ ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് സ്റ്റീമിങ് ആണ് കേട്ടോ. അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പൊ ഞാനിത് സ്റ്റീമിങ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതുപോലെ ഒരു ആവി പിടിക്കുന്ന മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് കഴിയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടൻ്റെ തുണി ചൂടുള്ള വെള്ളത്തിൽ മുക്കിയതിന് ശേഷം അതിൻ്റെ ആവി കൊള്ളാം. അത് കോട്ടൺ തുണിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫേസിൽ വെച്ചിട്ട് ആവി കൊള്ളാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ലീനപ്പ് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പാർലറിൽ പോയി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് ഏത് സ്കിൻ ടോണാന്ന്, ഓയിൽ സ്കിന്നാണോ ഡ്രൈ സ്കിന്നാന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവർ നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, തക്കാളിയുടെ പകുതിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫേസിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പാർലറിൽ പോയി ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പം മാസത്തിൽ നമ്മളിപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ചുകൂടി ലേറ്റ് ആവും. അപ്പോൾ നമ്മൾ മാസത്തിലൊരു തവണ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് നല്ല ചേഞ്ച് ഉണ്ടാവും. അപ്പം നമ്മൾ സ്റ്റീമിങ് കഴിഞ്ഞ് സ്ക്രബിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റീമിങ് ചെയ്തുകൊണ്ട് നമ്മളെ ഫേസിലെ പോൾസൊക്കെ നന്നായിട്ട് ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിലടിഞ്ഞിട്ടുള്ള അഴുക്കൊക്കെ നീക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്രബിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൂക്കിൻ്റെ അവിടെയും, മൂക്കിൻ്റെ 2 സൈഡ് ഉണ്ടാവില്ലേ, അവിടെയായിട്ടും പിന്നെ ചുണ്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യേണ്ടത്. അവിടെ ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഫേസിൽ കുറച്ച് അഴുക്ക് നിൽക്കുന്നത് നമ്മുടെ ഈ ചുണ്ടിൻ്റെ 2 സൈഡ്, അതുപോലെ മൂക്കിൻ്റെ 2 സൈഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരിക്കലും സ്ക്രബിംഗ് ഒന്നും ഡെയിലി ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് ഡാമേജ് ആക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഫേസിലുള്ള അഴുക്കൊക്കെ നീക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ ഒരു ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ വെച്ചിട്ട് ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഫേസ് പാക്ക് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലപ്പൊടിയും അല്പം തേനും പാലുമാണ് കേട്ടോ. അത് ഞാൻ അപ്പോൾ ഞാനിത് ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇന്ന് 2 കൈ വെച്ച് ഒരു 2 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഫേസ് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ സിമ്പിളിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓയിൽ സ്കിന്നുകാർക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. കാലിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മാത്രമേ ഉള്ളൂ ഉപയോഗിച്ച് ഇത് കാലിയായിട്ടുണ്ട്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് എയർ മാത്രമേ ഉള്ളൂ. ഭാഗ്യം മണം കേട്ടില്ല. അതുകൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കാൻ വിട്ടുപോകണ്ട. അപ്പം എൻ്റെ ഫേസിലുണ്ടായ ചേഞ്ച് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനും വിട്ടുപോകണ്ട. ക്ലീൻ അപ്പ് ചെയ്യാനുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കടകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ കൂടുതൽ ആൾക്കാരും അതിനൊന്നും മെനക്കെടാതെ ഉള്ള വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ക്ലീൻ അപ്പ് ചെയ്യാനാണ് ശ്രമിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ബൈ.